നല്ല രസമുണ്ട് കേട്ടോ. ചന്ദനക്കുറയൊക്കെ കിട്ടുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ മാത്രം. ആഹാ, ഇത് എന്തുകൂടത്? അയ്യോ, ഓക്കെ, ഇതാരത്? ഞാൻ ഒറിജിനൽ വെല്ലുവിടത് എന്താ? ഇതാരാ കുട്ടി എന്നാന്നോ? ഇത് എന്റെ ചേട്ടനകത്തുണ്ട്. ആ ഒറിജിനൽ മുഖം ഒന്ന് വിളിക്കാമെന്ന് നോക്കട്ടെ. ആ അത് കണക്ക് ആ മുടിയൊക്കെ അല്ല, അത് തന്നെ ആദ്യമായിട്ട് വരച്ചല്ലേ. കൊള്ളാം കേട്ടോ. ഇത് പ്രശ്നമാവും, ഇവരിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഓക്കെ, ഒറിജിനലെ വെല്ലും. ഇങ്ങനെ ആണെങ്കിൽ നമ്മളെ അങ്ങോട്ട് 500 നോട്ടൊക്കെ ഇറക്കി എന്തു ചെയ്യും? ലിയോ എന്ന ചിത്രത്തിലെ ആ വാളുപോട്ട് നിൽക്കുന്ന സീനാണ് കേട്ടോ. ഒരു ബ്ലഡ് പറ്റി അതിങ്ങനെ കടിച്ചെടുക്കത്തില്ലേ, ആ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത്. അന്നേരം ഈ ഇത് മാത്രമല്ല, ഒരുപാട് ചിത്രങ്ങൾ ഈ വീടിനകത്തുണ്ട് കേട്ടോ. അന്നേരം അത് ഫുള്ള് നമ്മൾ കാണാൻ വേണ്ടി പോവാ കേട്ടോ. അന്നേരം വീഡിയോ മാക്സിമം കമന്റും ഷെയറും ചെയ്യുക. അതുകൂടെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾക്ക് വാങ്ങാനൊക്കെ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം പടം നിങ്ങൾക്ക് വരച്ച് വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാൻ കേട്ടോ. അവനെ നമ്പർ ഞാൻ വെക്കുന്നതായിരിക്കും. അന്നേരം അകത്തെ കാഴ്ച, അകത്ത് കണ്ടപ്പോൾ ഞെട്ടും എന്ന് പറഞ്ഞാൽ ഞെട്ടിയിരിക്കും, എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കും കേട്ടോ. അന്നേരം അതോട് പോയാലോ? വാ 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 വാ. അയ്യോ, അനിയ, അയ്യോ എന്തുവാടാ ഇത്? എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കട്ടോ. ഇനി ഒരു പിന്നിരിക്കുന്നുണ്ടോ? ഈ പിന്നൊന്ന് എടുക്കാവോ? ഈ പിന്നൊന്ന് എടുക്കാവോ? വിനീഷേ, ഒന്ന് എടുക്കാവോ? ഒന്ന് എടുക്കടി. എല്ലാം അത്രയ്ക്ക് ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇതാ വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അന്നേരം ഓരോന്നോരോന്നിട്ട് കാണാം അല്ലേ? അനിയനെ പേര് പറഞ്ഞില്ല. അഖില്. ഒരു കണ്ണൊക്കെ വരച്ചേക്കുന്നത് നോക്കേ, ഒരു രക്ഷയില്ല. നമ്മൾ പുറത്തോട്ട് നിന്നല്ലോ, കാരണം ഇവിടെ വെട്ടക്കുറവാണ് കേട്ടോ. എന്തായാലും നമ്മൾ പുറത്തോട്ട് പോകാൻ പോവുകയാണ്. ഇതെല്ലാം എടുത്തോ, എല്ലാം എടുത്തോ. എന്റെ പൊന്നെ, ഇന്ദ്രൻസിനൊക്കെ വരച്ച് ഇന്നസെന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നസെന്റ് ഒക്കെ കാണണം കേട്ടോ, ഭയങ്കര രസമാണ്. വേറെയും കുറെ സംഭവം ഉണ്ട് എന്റെ അകത്ത് കേട്ടോ. അതൊക്കെ നാം ഓരോന്നും കാണിക്കാം. ആ ഷെൽഫ് കാണിച്ചേ. പെരുമൺ തരാമോ? അത് ഏത് തരാ? അത് ചെട്ടികുളങ്ങര. ഓക്കെ 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 ഓക്കെ, കൊള്ളാം. വാ, എന്നാ തുടങ്ങിയാലോ? ഓരോന്ന് പറക്കിക്കോ. ഇത് കണ്ണല്ലേ, കണ്ണിന്റെ ആ ലെൻസിന്റെ ഭംഗിയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നില്ലേ സംഭവത്ത്. ഇത് എത്ര സമയം എടുത്താണ് ഇതൊക്കെ വരച്ചെടുക്കാൻ വേണ്ടി? ഒരാഴ്ചയല്ലേ? നമുക്ക് പെട്ടെന്ന് എടുത്ത് ഓരോന്നോരോന്നോ നോക്കിയാലോ. ഇത് ഏതാ? ടൈഗറോ? ഏതാ? ടൈഗർ. ഓക്കെ, അതും കൊള്ളാം കേട്ടോ. എല്ലാ രസമുണ്ട്. ഓരോന്നോരോന്ന് പോട്ടെ. ഇതെന്താണ് സംഭവം? ഇത് നെഗറ്റീവ് ആർട്ട്. അത് ഒരു നെഗറ്റീവ് ക്യാമറ വഴി കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഓ, അങ്ങനെയുണ്ടോ? ആഹാ, ഇത് മോഹൻലാലല്ലേ നിൽക്കുന്നേ? അത് തന്നെ. ഇത് കണ്ട് നല്ല പരിചയമുള്ള പടമാണല്ലേ? എമ്പുരാനല്ലേ? ഓക്കെ 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 ഓക്കെ. ഓ, കൈലാസനാഥ മഹാദേവ, എന്തു ഇത് രക്ഷയില്ലട്ടോ. ബോഡി ബിൽഡറാണ്. ജിമ്മിൽ പോന്നല്ലേ? അയ്യോ, അടിപൊളി കേട്ടോ, സൂപ്പർ, രക്ഷയില്ല കേട്ടോ. അടുത്ത ഉണ്ണിമുന്നനൊക്കെ എന്തുകൂടെ ഇത്, എനിക്ക് വയ്യ. പുറട്ട് ഇതാരത്? ഞാൻ ഒറിജിനൽ വെല്ലുവിടത് എന്താ? സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. സ്ഫടികം ദാ വരുന്നു. ഏറ്റവും ഇഷ്ടമുള്ള ആരും ഇതിനകത്ത്? എനിക്കങ്ങനെ എല്ലാരും ഇഷ്ടമാ. കുട്ടേട്ടാ, ഇതല്ലേ കുട്ടേട്ടല്ലേ? കൊള്ളാം കേട്ടോ, കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളി കേട്ടോ. പിന്നെ അല്ല, ഇതൊക്കെ ആരാ? പോരട്ടെ ഇത്. എന്റെ പൊന്നേ, തീരത്തിലാട്ടോ, നമ്മൾ ഒരുപാട് കാണാൻ കേട്ടോ. വരുന്ന കേട്ടെ. അരിക്കൊമ്പനാണോ? ആരത്? അരിക്കൊമ്പൻ തന്നെ അല്ലേ? ഓക്കെ 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 ഓക്കെ. മൊയ്തീനല്ലേ ഇത്? ഓക്കെ ഓക്കെ. കമലഹാസന്റെ പടം. കൊള്ളാം, അതും കൊള്ളാം. ഇതാരാണ്? മറ്റേ സീതാരാം. ഓക്കെ ഓക്കെ, കൊള്ളാം കേട്ടോ. വിജി, ഇതൊക്കെ പഴയ പടമാണെന്ന് തോന്നുന്നല്ലേ? ഇച്ചിരി പഴക്കമുള്ള അല്ലേ? കൊള്ളാം കൊള്ളാം. വിജയ്ക്ക് സൂപ്പർ ആട്ടോ, ഒരു രക്ഷയിലാട്ടോ. പല പല ലുക്ക്. വിജയ് ആരാധന. ആണോ? എന്തിലാ പഠിക്കുന്നേ? ഞാനിപ്പോ ഡിഗ്രി. അത് എവിടാ? ഇവിടെ IHRD മാവേലിക്കര. ഇവിടെ മാവേലിക്കരല്ലേ? ഓക്കെ, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പയ്യനാണ് കേട്ടോ. അനിയാ, നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് കാണും കേട്ടോ. അവർക്കൊക്കെ ഇങ്ങനെ വരച്ച് വാങ്ങാൻ ആഗ്രഹിക്കും. കാരണം ഇത്ര ജീവൻ തുളുമ്പുന്ന ചിത്രമല്ലേ? അത് ഉറപ്പായിട്ടും വരച്ചു കൊടുക്കുമല്ലേ? ഞാൻ നമ്പർ വെക്കും, വിളിക്കും, എടുക്കണം ഫോൺ. പിന്നല്ല, ഇതാരാ കുട്ടി എന്നാന്നോ? ഇത് എന്റെ ചേട്ടനകത്തുണ്ട്. ആ ഒറിജിനൽ മുഖം ഒന്ന് വിളിക്കാമെന്ന്. ചേട്ടനെ വരച്ചു വെച്ചേക്കും കേട്ടോ. ചേട്ടനെ വിളിക്കാൻ പോയേക്കുവാണ്, ഇപ്പം വരുവേ. ജിത്തിന്റെ വരച്ച ഫോട്ടോ ഉണ്ട്. വാ, കുഴപ്പമില്ല, ഇനി വന്നോ? കുഴപ്പമില്ല, നോക്കട്ടെ ഒറിജിനൽ തന്നെ ആണോന്ന്. അത് തന്നെ കേട്ടോ. ഇതൊക്കെ വരച്ച് അനിയൻ തന്നപ്പോ എന്തോ തോന്നി? ഒന്നും തോന്നിയില്ലേ? സ്ഥിരമായിട്ട് കാണുന്നല്ലേ? നോക്കട്ടെ. അത് കണക്ക് മുടിയൊക്കെ ഇല്ല, അത് തന്നെ ആദ്യമായിട്ട് വരച്ചല്ലേ? കൊള്ളാം കേട്ടോ.
രണ്ടുപേരും ഒന്നിച്ച് നിർത്തിയുള്ള ഫോട്ടോ കേട്ടോ. അല്ല ഫോട്ടോ ഒറിജിനും പടവും ഇല്ലേ? ഓക്കെ, പേരെന്താണ്? അഭിജിത്ത്. എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യോ അല്ലേ? ഓക്കെ ഓക്കെ. അന്നേരം അനിയ അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ്. അനിയ അടുത്ത വണങ്ങിയാലോ? മോഹൻലാൽ പിന്നെയും വരുവാ കേട്ടോ. മമ്മൂട്ടി. ആഹാ, ഷെർലോക്കോ എന്തുവാ? ഷൈലോക്ക് പേര് മാറിപ്പോയി. ദുൽഖർ. സലൂട്ടിനകത്ത്. ഓക്കെ, ഇതും സലൂട്ടിലല്ലേ? ആരാണത്? ഇത് നീമ്പോളി. ആ, ഇങ്ങനെ നിന്നാലേ മനസ്സിലാവുന്നു കേട്ടോ. നീമ്പോളി കേട്ടോ. കൊള്ളാം. ഇതൊക്കെ പഴയ ആദ്യമായിട്ടൊക്കെ പരച്ച് പഠിച്ച സമയത്തുള്ള അല്ലേ? കൈ തെളിഞ്ഞ് ഒരു ഇതൊക്കെ അല്ല, നല്ല രീതി തെളിഞ്ഞിരിക്കും കേട്ടോ. സൂപ്പർ കേട്ടോ. ആഹാ, പിന്നെ കൊറോണ സമയത്തുള്ള അല്ലേ? റോക്കി ബായ്. അരേ റോക്കി ബായ്, റോക്കി. കൊള്ളാം കേട്ടോ. ഇഷ്ടമാണോ സിനിമ? ഇഷ്ടപ്പെട്ടായിരുന്നോ? പിന്നെന്താ, സിനിമ അത് ഇഷ്ടപ്പെട്ടോ? അതൊരു ചോദ്യമാണോ ഇല്ലേ? ഇതല്ല, ഒരു വികാരം ഇല്ലേ ഇതൊക്കെ? മറ്റേ ഇതില്ലേ, മറ്റേ മണി ഈസ്റ്റില്. ഓക്കെ. കൊള്ളാം. അയാൾ കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ദുൽഖറും അടിപൊളിയാണ്. മണി ഈസ്റ്റിലെ ആ ഒരു മെയിൻ ക്യാരക്ടർ അല്ലേ? ഓക്കെ. ആ ഹെയർ ഒക്കെ നോക്കേ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? ഇതെല്ലാം പെൻസിലുണ്ടല്ലേ വരയ്ക്കുന്നത്? അത് തന്നെ, ചാർക്കോൾ പെൻസില്. കൊള്ളാം കേട്ടോ. ഇത് ആദ്യമായിട്ട് ചെയ്ത 2 പെയിന്റിങ് അല്ലേ? അടിപൊളിയാനിയാ, ഒരു രക്ഷയില്ല കേട്ടോ. നീ വേറെ ഈ നമ്മള് ഇത് നോക്കിയാലോ? ഇതാണ് നോക്കേണ്ടത് ഇല്ലേ? ഓക്കെ. എന്നാലും നമ്മൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നതേ. കാരണം ഒറ്റ ട്രിപ്പായിട്ട് കാണിച്ചു തീർക്കാൻ പറ്റത്തില്ല. ആടെ സേഫ്റ്റി പിന്നെ നോക്കട്ടെ. ആ, ഇതൊരു പേപ്പറിനകത്തിരിക്കുമല്ലേ? നോക്കേ, കൊള്ളാം കേട്ടോ. വിനീഷ ഒന്നുകൂടെ എടുക്കാവോ? ഒന്നെടുക്ക്. ആണ്ടോ, ഒറിജിനൽ കേട്ടോ. ഒറിജിനൽ അല്ല, വരച്ചേക്കുവാണ്. അടുത്തിലോട്ട് പോയേ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വിവരിച്ചു വന്ന് അതിന് മുന്നേ ഇതൊന്ന് കാണിച്ചേക്കാം. ചൂടപ്പഴ ആദ്യമായിട്ട് വരച്ചില്ലേ? ആദ്യത്തെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അല്ലേ? കൊള്ളാം. സലീം കുമാർ ഇഷ്ടമാണോ? കോമഡി അല്ലേ? ബെഡാ കോമഡി. പൃഥ്വിരാജും. ഓരോരുത്തരുടെ പേര് പറ. ടോവിനോ, പൃഥ്വിരാജ്, മുഹമ്മദ്. ആ, പിന്നെ ഇത് മോഹൻലാല്. കൊള്ളാം. മഞ്ഞി പൊതഞ്ഞിരിക്കുന്ന മോഹൻലാലാണോ? കടപ്പടിച്ചിരിക്കുക. ഇത് ഇച്ചിരി പ്രശ്നമാണ്. യേശുദാസ് ആയിരുന്നു കറക്റ്റ് ആയിട്ട് വന്നത്. നമ്മൾ പഠിച്ച സമയത്തുള്ളതല്ലേ? ഇപ്പൊ തെളിഞ്ഞു. ഇത് വാട്ടർ കളർ. ആ, ഇത് ഓയിൽ പേസ്റ്റ് ചെയ്തതാ. ഓക്കെ. ഇത് ഓയിൽ പേസ്റ്റ് ചെയ്ത്. ഇത് ഓയിൽ പേസ്റ്റ് ചെയ്ത്. കൊള്ളാം. വാട്ടർ കളർ. ഗണപതിയും കൊള്ളാം, അടിപൊളി കേട്ടോ. വാട്ടർ കളർ. ഇത് ഓയിൽ പേസ്റ്റ്. ഓക്കെ. ഒരു തത്തമ്മ. ഇതും വാട്ടർ കളർ. കളർ പെൻസിൽ ഫസ്റ്റ് ടൈം ചെയ്തതാ. ഇത് എത്ര വർഷം വരയ്ക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പം ഞാൻ കൊച്ചിലോട്ട് വരയ്ക്കുന്നുണ്ട്. 5ാം ക്ലാസ് ഒക്കെ തൊട്ട്. കഴിവ് മനസ്സിലാക്കിയാരാണോ? തിരിച്ചറിഞ്ഞ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പാടാല്ലേ? അത് തന്നെ വരച്ച്. ഇത് ഓയിൽ പേസ്റ്റ്. ഇത് വാട്ടർ കളർ. ഇത് ഓയിൽ പേസ്റ്റ്. ഇത് വാട്ടർ കളർ കൊണ്ട് ആദ്യമായിട്ട് വരച്ചല്ലേ? ഇത് എത്രാമത്തെ വയസ്സിൽ വരച്ചാണ് ഇതൊക്കെ? കറക്റ്റ് ഇതെനിക്ക് തോന്നുന്നു 8-ലോ 9-ലോ ഒക്കെ പഠിക്കാൻ നേരത്ത് വരച്ചേലി. ഓക്കെ. കൊള്ളാം. ഇതൊരു പെൻസിൽ ഡ്രോയിങ്. കൊള്ളാം. മഹാത്മാഗാന്ധി. കൊള്ളാം. ഇത് ഓയിൽ പേസ്റ്റ്. ഇതും വാട്ടർ കളർ. സൗണ്ട് ഇല്ലേ? വാട്ടർ കളർ. തൊണ്ട ഇച്ചിരി പ്രശ്നം. ഓഹോ. വാട്ടർ കളർ. കൊള്ളാം. സൂപ്പർ. ഇതും വാട്ടർ കളർ. സൂപ്പർ. കൊള്ളാം. ഇതും വാട്ടർ കളർ. സൂപ്പർ. ഓയിൽ പേസ്റ്റ്. ഇത് ഓയിൽ പേസ്റ്റ്. സൂപ്പർ. ഓ, സാറിന്റെ അടിപൊളി കേട്ടോ. ഇതൊരു നല്ല ദീപം അല്ലേ? ആ പ്രകാശമൊക്കെ നല്ല നിറഞ്ഞങ്ങ് നിൽക്കുവാണ്. അയ്യോ, ഇത് ഒരുപാടുണ്ടല്ലോ ഇത്. ഇത് ഉദ്ഘാടനം തുടങ്ങാം. ഇത് ഇനി ഉദ്ഘാടനം തുടങ്ങാം. ഇനി ഇവിടുന്ന് തുടങ്ങാം അല്ലേ? ഇതൊരു കടലല്ലേ? ഒരു മനുഷ്യൻ ഇറങ്ങി പോവാണ്. വേറെ എന്തെങ്കിലും അർത്ഥമൊക്കെ ഉണ്ടോ? ഇല്ല, ചുമ്മാ ഒരു പ്രിന്ററിനകത്ത് കണ്ട് എടുത്തൊരു ഫോട്ടോ എടുത്തല്ലേ? അതങ്ങ് വരച്ചു. ഈ കണ്ണൊക്കെ വരയ്ക്കാനല്ല, ഇതൊക്കെ ഇത് ആരെങ്കിലും കണ്ടിട്ട് വരച്ചാണോ? അല്ല, ഇത് ഗൂഗിളിൽ നിന്ന് എടുത്തോ? ഗൂഗിളിൽ നിന്ന് എടുത്തല്ലേ? കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ചന്ദനക്കുറയൊക്കെ കിട്ടിയ ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ മാത്രം. ആഹാ, ഇത് എന്തുകൂടത്? അയ്യോ, നോക്കേ, ആ നോട്ടം നോക്കേ. ചെറിയൊരു പടമില്ലേ? ചെറിയൊരു പടമാണ്. നോക്കേ, ആ വെള്ളത്തുള്ളികളൊക്കെ. വീർപ്പുള്ളിയാണോ വെള്ളത്തുള്ളിയാണോ? വെള്ളത്തുള്ളി അല്ലേ? അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. നോക്കേ, ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ കിടക്കുവല്ലേ? ഇത് ചെട്ടികുളങ്ങര. കൊള്ളാം. എന്ത് തോന്നുന്നു?
സൂപ്പർ അല്ലേ? ഫോട്ടോ എടുത്ത പോലെ ഇരിക്കും. അതാ നോക്കി ഒറിജിനലാണ്. പെൻസിലല്ലേ ഇത്? ചാർക്കോൾ പെൻസിൽസ് വെച്ച് വരച്ചത്. അയ്യോ എന്നാലും ഇതൊന്നും ഇവിടെ ഇതായിരുന്നു ഞാൻ ചേട്ടൻ അയച്ചു തന്നെ മറ്റേ വരയ്ക്കുന്നത്. ചേട്ടൻ ഇത് അയച്ചു തന്നപ്പോഴല്ലേ പറഞ്ഞേ എടാ കള്ള വരച്ചാണോ എനിക്ക് ചോദിച്ചിട്ട്. ഇവനെനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. അന്നേരം ഞാൻ പറഞ്ഞു അതൊന്നും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിക്കോ അങ്ങനെ പറഞ്ഞ് വന്നേ കേട്ടോ. ഇതറിയാലോ RDX ഓക്കെ കൊള്ളാം കേട്ടോ, കൊള്ളാം. സൂപ്പർ കേട്ടോ. ഇതൊരു ഷിപ്പാണ്. തിരയുടെയൊക്കെ നോക്കി ആ ഷിപ്പ് മുങ്ങുന്ന രീതിയിലല്ലേ? കൊള്ളാം. ഇത് മനസ്സിലായതാണ് മറ്റേ വയനാട് ഓക്കെ ഇല്ല കുഞ്ഞിനെ കൊള്ളാം. ഇത് അടിപൊളി കേട്ടോ, സൂപ്പർ. മോഹൻലാലിന്റെ മറ്റേ അർജുൻ മറന്നു കേടാ നീ, കൊറേ ആയില്ലേ. പക്ഷെ മറക്കാൻ പറ്റുന്ന ഒരാളും അല്ല. ആ പെട്ടെന്ന് ലോറി അപകടത്തിൽ മരിച്ച അത് തന്നെ യൂട്യൂബർ ഇന്ദ്രജിത്ത് വ്ളോഗി അറിയോ? കണ്ടിട്ടുണ്ട്. ഇത് പിന്നെ അറിയാലോ. അറിയാം. ആശ്ചര്യ ഇതെങ്ങനെയുണ്ട്? ഇതൊക്കെ ഇപ്പൊ ഈ റീസിൽ വരച്ചാണോ? ഇത് കൊറേ നാളായി. അല്ലേ? കൊള്ളാടാ, സൂപ്പർ കേട്ടോ. നോക്കി ഇതൊക്കെ വരച്ചാണോ? അയ്യോ ഒരു പേപ്പർ തുളച്ച് വരുവല്ലേ? ഓട്ട കണ്ടിട്ട് നോക്കുന്നു. അടുത്ത വിജയ് ഇല്ലേ? കൊള്ളാം. ഓക്കെ അടിപൊളിയാ, സൂപ്പർ കേട്ടോ. ഇത് മറ്റേ ഇല്ലേ പടം ലോക ചാപ്റ്റർ 1 ഇല്ലേ? ചന്ദ്ര. കൊള്ളാം കേട്ടോ. ആ നോട്ടമൊക്കെ നോക്കേ, കൊള്ളാം. കളങ്കാവൽ അതിലും മമ്മൂട്ടി ആ ലുക്ക് അടിപൊളിയായിരുന്നില്ലേ? ഒരു വില്ലൻ ക്യാരക്ടറാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്താ പറയുക, കണ്ടിട്ടുണ്ടോ നീ? നല്ലൊരു മനുഷ്യനാണ് മമ്മൂട്ടി. നല്ലൊരു മനുഷ്യനാണ് അതിനകത്ത്, പക്കാവില്ല. കൊള്ളാല്ലേ മമ്മൂട്ടി? സൂപ്പറാണ് കേട്ടോ. ഷോ അടുത്ത നമ്മുടെ തുടരിൽ മോഹൻലാലല്ലേ ആ പയ്യനെ വില്ലനെ കൊല്ലാൻ വേണ്ടി വരുന്ന സീൻ അത് തന്നെ അതല്ലേ? ആ ടൈമിലുള്ളതല്ലേ? മഴയത്ത് ടെർബോ ഇന്നലെ കണ്ട പടം ഞാൻ കേട്ടോ. ഇന്നലെ രാത്രി കണ്ട പടം ടെർബോ. ഇത് വേടൻ അതും കൊള്ളാം, അടിപൊളി കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു 20 രൂപ. 20 രൂപ അല്ലേ? വിനീഷേ ഒരു കീറിയ നോട്ടാണെന്ന് വിചാരിക്കരുത്, 20ന്റെ നോട്ടാണ്, ഒറിജിനൽ സാധനം കേട്ടോ. ഇത് പ്രശ്നമാവും കേട്ടോ, ഇത് പ്രശ്നമാവും. ഇവരിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഓക്കെ, ഒറിജിനലെ വെല്ലും. ഇങ്ങനെ ആണെങ്കിൽ നമ്മളെ അങ്ങോട്ട് 500 നോട്ടൊക്കെ ഇറക്കി എന്തു ചെയ്യും? പിടിക്കപ്പെടും. ഇത് പിന്നെ ഒരു ഫോട്ടോ കോപ്പി എടുത്തായിരുന്നു, ഒരാൾക്ക് വരച്ചു കൊടുത്തത്. സോളോ വൈനർ അദ്വൈത് എന്ന് പറഞ്ഞ ഒരു പുള്ളി. അപ്പൊ അത് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തപ്പോ അതിന്റെ പിന്നെ ഒരു വരച്ചത് കൈ വെക്കണമെന്ന് വിചാരിച്ചു അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചു. അതിന്റെ ഫോട്ടോ കോപ്പി അല്ലേ? വരച്ചതിന്റെ ഫോട്ടോ കൊള്ളാം. ഇത് പിന്നെ കൂലിയില്ല. കൊള്ളാം, നല്ല ദിവസമാണ് കേട്ടോ. സൗബിൻ അതിനകത്ത് അഴിഞ്ഞാടി എന്ന് വേണമെങ്കിൽ പറയല്ലേ? ഇത് പിന്നെ ചുമ്മാ ഒരു എസ്തെറ്റിക് ആയിട്ട് വരച്ചത്. അതും കൊള്ളാടാ, സൂപ്പർ ആട്ടോ. നമ്മളെ വീടിക്ക് ലെങ്ത് വേണോ, എന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത്രയും കഴിവുള്ളൊരു പയ്യനെ നമ്മൾ കണ്ടിട്ട് അവനെ പുകഴ്ത്തി പറയുമ്പോ അവന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. കൊള്ളാം കേട്ടോ, കൊള്ളാം. അടിച്ച് കേറി വാ മക്കളെ, കൊള്ളാലേ. ഉണ്ടംപൊരി ഉണ്ട്, സമൂസയുണ്ട്, വേറെ ഒന്നുണ്ട്. വേറെ ഇവിടെ രാവിലെ കഴിക്കാനാണോ? എന്നിട്ട് കുറച്ച് കോമഡി ഒക്കെ പറയാറിയല്ലേ? ബ്രഹ്മയുഗം മമ്മൂട്ടി സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളിയില്ലേ? അടിപൊളി പടവുമായിരുന്നു. ഒരു കുതിര അല്ലേ, ഒരു പ്രാവ്. ഇതാരാ? ഇത് ഒരു വർക്ക് വന്നതായിരുന്നു. അത് പക്ഷെ മേടിക്കാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. അത് കുറച്ച് ആളായി, വർഷമായി വന്നിട്ടില്ലല്ലോ ഇതുവരെ. വന്നിട്ടില്ല, വർക്ക് ചെയ്ത് വെച്ചതാ. നല്ല ദിവസം കേട്ടോ, നല്ല ഒറിജിനൽ ജീവൻ തുളുമ്പുന്ന ഒരു ചിത്രം. കൊള്ളാം, അടിപൊളി. ആരാ അറിയോ? ആരാ? സ്റ്റാലിനോ? SP ബാലസുബ്രഹ്മണ്യം. ശരി സ്റ്റാലിന് നമ്മൾ നേരത്തെ കേട്ടു. പൊങ്കാലയാണ് മോളെ, പൊങ്കാലയാ. ചെറുതായിട്ട് ഏകദേശം. ഇതെന്ത് QR കോഡ്? ഇത് എന്റെ ഒരു കൂട്ടുകാരൻ ചെയ്തു തന്ന വെബ്സൈറ്റ്.
ഇത് നമ്മുടെ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓർഡർ ചെയ്യാനും ഇതിന്റെ ഫണ്ട് ഡീറ്റെയിൽസ് എല്ലാം പ്രൈസ് ഓക്കെ 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 അന്നേരം നല്ലോണം പിടിച്ചോ. നമ്മൾ ഈ ഫോണിന്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി, അന്നേരം കറക്റ്റ് ഡീറ്റെയിൽ എല്ലാം കിട്ടും കേട്ടോ. കൊള്ളാടാ. ഇതും വരച്ചല്ലേ? അല്ലല്ല, ഇത് എന്റെ കൂട്ടുകാരൻ ചെയ്തല്ലേ? കൂടെ തന്നെ പഠിക്കുന്നു. ഓക്കെ 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 ഓക്കെ. അന്നേരം നമ്മൾ വീടിനകത്തോട്ട് ഒന്നുകൂടെ കയറുകയാണ്. വെട്ടക്കുറവുണ്ട്. അന്നേരം ഈ വീടിനകത്ത് കുറെ കാര്യങ്ങൾ അവൻ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന സംഭവങ്ങളല്ല, ഈ തേരൊക്കെ നീ സ്വന്തമായിട്ട് ചെയ്താണോ? അത് തന്നെ, ബുക്കിന്റെ താളം കൊണ്ട്. ബുക്കിന്റെ താളം. ഓ, ഫ്രെയിം 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 ഫ്രെയിം. ഇങ്ങോട്ട് അടുത്തോട്ട് വന്നേ. കണ്ടോ അവൻ ചെയ്ത കേട്ടോ ഇതൊക്കെ. ഏത് അമ്പലം ക്ഷേത്രം എന്ന് പറഞ്ഞേ? റിഫ്ലക്ഷൻ അടിക്കുന്നു. ഓക്കെ 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 ഓക്കെ. കണ്ടോ ഇതെല്ലാം കൈ കൊണ്ടിട്ട് നിർമ്മിച്ചാണേ. ഒരു സഹലകല വല്ലവൻ തന്നെയാണ് കേട്ടോ. നമ്മള് ചുമ്മാ തള്ളിക്കളയല്ലേ. ഇത് പേപ്പർ കൊണ്ട് ഇത് കുപ്പിയിൽ ആർട്ട് ചെയ്തതാ. പിന്നെ കുറച്ച് എലിക്കുട്ടന്മാര് കൊള്ളാടാ. കാണേ അത് എടുക്കുമോ താഴോട്ട്? മോഹൻലാല് എടേ നമുക്ക് ഇവിടെ ഇത് കിട്ടും നോക്കി, ഫോണിൽ കൂടെ നോക്ക്. ഇതോ മോഹൻലാല്. ഇത് നൂലാണത്. നൂല അത് ഇച്ചിരി ദൂരെ മനസ്സിലാവുന്നുള്ളൂ. വെട്ടത്തിൽ നിന്ന് കാണാം. അത് ആ ഫ്ലാഷ് അടിക്കുന്നുണ്ട്, പെട്ടെന്ന് അറിയുന്നു. ഇത് എത്ര ദിവസം കൊണ്ട് അത് നിർമ്മിച്ചെടുത്തത്? ഇത് ഒരു അരമാസം കൂടുതൽ എടുത്ത്. ഇതെങ്ങനെയാണ് ഇത് ചെയ്യാനുള്ളൊരു? ഇത് ഫ്ലൈവുഡ്. എന്നിട്ട് അതിന്റെ ചുറ്റിനും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിന്റെ സഹായത്തോടെ ചെയ്യുന്നത്. ക്ഷമ വേണം ചെയ്യാൻ. കൊള്ളാം കേട്ടോ. ക്ഷമ തീർച്ചയായും വേണം. ആ ചിത്രങ്ങൾ വരച്ച ക്ഷമ ഒരുപാട് വേണം. അന്നേരം ഇത് ക്ഷമയില്ലാതെ പറ്റത്തില്ല കേട്ടോ. ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ തീർന്നു. 2.5 കിലോമീറ്റർ നൂലുണ്ട്. 2.5 കിലോമീറ്റർ നൂല്. സൂപ്പറാടാ, ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, മോഹൻലാൽ ചെയ്യുന്നുണ്ടോ? എന്താ ഈ കുതിരയൊക്കെ? അത് അല്ലാതെ ഫ്രെയിം. അവിടെ ഒരു മയിൽ ഇരിപ്പുണ്ട്, ഇവിടെ തത്ത ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ശിവൻ. ഇവിടെ ശിവനുണ്ട്. ഇത് സ്റ്റിക്കറാണോ? അത് വരച്ചല്ലേ? സ്റ്റെൻസിൽ ആർട്ട് എന്ന് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. ഓക്കെടാ, നീ സൂപ്പറാടാ, രക്ഷയിലാട്ടോ. അഖിൽജിത്തിന്റെ ഫാമിലി ആട്ടോ. ഇത് അമ്മയാണ്, ചേട്ടനാണ്, അച്ഛൻ പുറത്തോട്ട് പോയിരിക്കും അല്ലേ? ഓക്കെ അമ്മേ, അന്നേരം അഖിൽജിത്തിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുമോ? കൂടെ നിൽക്കുമോ എല്ലാത്തിനും? ഓക്കെ. അന്നേരം നമ്മള് വീഡിയോ ഒരുപാട് പേര് കാണുമ്പോൾ അവര് വിളിക്കും. അന്നേരം അവന് ഫോൺ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അമ്മയോട് എടുക്കണം കേട്ടോ. അത്രയ്ക്ക് കോള് വരും. അന്നേരം ചേട്ടനാണ്, അമ്മയാണ്, പിന്നെ അച്ഛനും പുറത്തോട്ട് പോയിരിക്കുവാണ് കേട്ടോ. ഇതാണ് ഒരു കുഞ്ഞു ഫാമിലിയാണ്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്കിനും ഷെയറിനും ഫോളോ ചെയ്യാനും മറക്കേ ചെയ്യരുത്. ഓക്കെ.